ആവേശത്തോടെ കാത്തിരിക്കുന്നത് പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലേക്കാണ്. നാളെയാണ് അദ്ദേഹം പാലക്കാട് എത്തുന്നത്. പാലക്കാട് നഗരത്തിൽ വലിയൊരു റോഡ് ഷോ കൂടി നാളെ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നാളെ പാലക്കാട് ഉണ്ടാവുക. ഇന്ന് വൈകിട്ടോടെ നമ്മൾ അർജുനിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് കോയമ്പത്തൂരിൽ എത്തുന്ന പ്രധാനമന്ത്രി അതിനുശേഷമാണ് പാലക്കാട്ടേക്ക് എത്തുക. അരുൺ അലത്തൂരാണ് പാലക്കാട് നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തായാലും ഈ ജൂൺ 4-ന് 400-ലധികം സീറ്റുകൾ, അതാണ് പുതിയ മുദ്രാവാക്യം. അതാണ് ഒരുപക്ഷെ രാജ്യം ഏറ്റെടുക്കുന്ന മുദ്രാവാക്യം. എത്രത്തോളം ആവേശത്തിലാണ് പാലക്കാടൻ ജനത? തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ 400-ലധികം സീറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടണം എന്നുള്ളതാണ്. മറ്റ് ഭാഗങ്ങൾ, ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നമുക്കറിയാം BJPക്ക് വലിയ രീതിയിൽ, NDAക്ക് വലിയ രീതിയിൽ സീറ്റുകൾ സമാഹരിക്കാനാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കണ്ടതുമാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ അല്പം കുറവുള്ള ഭാഗം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് BJP കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം സൗത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഉൾപ്പെടെ എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണ കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളൊരു രാഷ്ട്രീയ സൂചനകൾ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഏതായാലും ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് രാജ്യസേവകൻ കേരളത്തിലേക്ക് എത്തുന്നത്. അത് പാലക്കാട് ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കാനായാണെന്നുള്ളതാണ് പ്രത്യേകമായ മറ്റൊരു കാര്യം. ഏതായാലും നാളെ രാവിലെ 10 മണിയോടുകൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടേക്ക് എത്തും. അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കൃത്യമായി തന്നെ സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DIG അജിത വിഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംഘം വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നഗരത്തിൽ വലിയ പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ SPG സംഘവും പരിശോധന നടത്തുന്നുണ്ട്. അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുന്നത്. ഈ ഇത്രയും ദൂരത്തിൽ 1 ലക്ഷത്തിലേറെ പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയൊക്കെ എത്തും എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുമായ C. കൃഷ്ണകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് ചേരുകയാണ്. എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലായോ? എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ലോകാരാധ്യനായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള ഔദ്യോഗികമായ തുടക്കം കുറിച്ചുകൊണ്ട് നാളെ കാലത്ത് 10 മണിക്ക് പാലക്കാട് നടക്കുന്ന ഈ റോഡ് ഷോയിൽ കൂടി അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ പാലക്കാടുള്ള മുഴുവൻ ജനങ്ങളും വളരെ ആവേശത്തോടു കൂടി 10 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള, നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. വളരെ വലിയ ആവേശമാണ്, വളരെ വലിയ ആകാംക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. പാലക്കാട് ഈ ഒരു വലിയ ഉത്സവ അന്തരീക്ഷത്തിലാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. 400 സീറ്റ് എന്നുള്ളതാണ് NDAയുടെയും BJPയുടെയും ലക്ഷ്യം. അപ്പോൾ പാലക്കാട് നിന്ന് ഉൾപ്പെടെ ഇത്തവണ പ്രതിനിധികൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള വലിയ ഒരു എന്താ പറയുക, ഇത് ഇപ്രാവശ്യം എന്തായാലും ഒരു തിരുത്താൻ തയ്യാറാകും. കാരണം ഇവിടെ കൃത്യമായിട്ട് പാലക്കാട് നിന്ന് NDAയുടെ പ്രതിനിധി ജയിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്യാൻറ്റീനിലിരിക്കുന്ന ഒരു MP വേണോ അതോ ഒരു കേന്ദ്രമന്ത്രി വേണോ എന്നുള്ളതാണ് ചോദ്യം. പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന C. കൃഷ്ണകുമാർ ഒരു സംശയവുമില്ല ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും തിരിച്ചു വരിക. ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് പാലക്കാടുകാർ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. അവർ പാലക്കാടിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രിയെ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും ഇപ്പോൾ തന്നെ ആളുകൾ തയ്യാറായിട്ടുണ്ട്. മുൻപ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഉൾപ്പെടെ മോദി പ്രഭാവം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇത്തവണ കേരളത്തിലും തമിഴ്നാടൊക്കെ ഉൾപ്പെടെ ഈ മോദി പ്രഭാവത്തിൻ്റെ വലയത്തിലാവും എന്നുള്ളതാണോ വിശ്വാസം? കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ഉൾപ്പെടെ ഇപ്രാവശ്യം മോദി പ്രഭാവമല്ലാതെ മറ്റൊരു പ്രഭാവമില്ല.
ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വലിയ പ്രചരണം കേരളത്തിലുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. ഇന്ന് അന്ന് ഉറച്ചു പറഞ്ഞിരുന്ന ആളുകൾ പോലും ഇപ്പോൾ അത് കളിയായിട്ട് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നു. സ്വാഭാവികമായിട്ടും വികസനത്തിനും പുരോഗതിക്കും രാജ്യത്തിന്റെ താല്പര്യത്തിനും നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് NDAയുടെ കൃഷ്ണകുമാറാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെയാണ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷത്തിലേറെ വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏതായാലും BJPയുടെ ലക്ഷ്യം എന്നുള്ളതിൽ തർക്കമില്ല. ഈ മോദിയുടെ ഈ റോഡ് ഷോ ഉൾപ്പെടെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ രീതിയിൽ മോദി പ്രഭാവം കേരളത്തിലും ആഞ്ഞടിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും നിലവിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJPയുടെ ഉറച്ച കോട്ടയാണ്. കേരളത്തിൽ ആദ്യമായി BJP ഒരു നഗരസഭാ ഭരണം നേടിയിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട്ടെ മണ്ണിലാണ്. അവിടെ തന്നെ 2ാം തവണയും പാലക്കാട്ടേക്ക് നഗരസഭാ ഭരണം കൈയാളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഒപ്പം തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോൾ തലനാരിഴയ്ക്കാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതും CPMന്റെ വോട്ടുകൾ വലിയ രീതിയിൽ മറിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന് അന്ന് പാലക്കാട്ട് BJPക്ക് എതിരിട്ട് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഒപ്പം മലമ്പുഴ മണ്ഡലമായാലും ഷൊർണൂർ മണ്ഡലമായാലും ഒറ്റപ്പാലമായാലും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള, പ്രതിപക്ഷമായിട്ട് ഉൾപ്പെടെ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൂടെ കഴിയുന്നതോടുകൂടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ ആവേശം BJPക്ക് ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല, ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി കേരളത്തിലേക്ക് വരുന്ന ഒരു നേതാവ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഒപ്പം തന്നെ പാലക്കാട് ഈ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് ഈ സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ ഇറങ്ങിയതിന് ശേഷം ആദ്യമായി പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തുന്ന ഒരു നേതാവ് എന്നുള്ളത് അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ഉപരി മറ്റ് നേതാക്കളൊക്കെ പാലക്കാട്ടേക്ക് വരും. അവരെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും അവിടെയാണ് അരുൺ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാനായി ഓടി നടക്കുന്നു. വിശ്രമമില്ലാതെ തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ പോലും അദ്ദേഹം വിശ്രമമില്ലാതെ, ഇടവേളകളില്ലാതെ ഈ വികസനത്തിനും അതോടൊപ്പം തന്നെ അന്തർദേശീയ വിഷയങ്ങളിലാണെങ്കിൽ കൂടിയും ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സേവനം, പ്രവർത്തനം എന്ന് നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇനി പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അരുൺ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. വിജയ പ്രതീക്ഷയുണ്ട് BJPക്ക് ഇവിടെ. A ക്ലാസ് മണ്ഡലമാണ്. കൃഷ്ണകുമാർ ഒരുപക്ഷെ ഈ പാലക്കാട് ജനതയ്ക്ക് അപരിചിതനല്ല, തീർത്തും സുപരിചിതനായ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ ഇപ്പോൾ തത്സമയ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം പോലും ഈ ജില്ല പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി 2016-ലും 2021-ലും ഇതിനു മുൻപ് നരേന്ദ്രമോദി പാലക്കാട്ടിലേക്ക് എത്തിയപ്പോൾ കിട്ടിയ ആവേശോജ്വല സ്വീകരണം നമ്മൾ ഓർക്കുന്നുണ്ട്. അതിന് വെല്ലുന്ന സ്വീകരണം തന്നെയായിരിക്കുമല്ലേ പാലക്കാട് ഒരുക്കുക? തീർച്ചയായും മനു, ഇതിനു മുമ്പ് പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തിയപ്പോഴെല്ലാം പൊതുപരിപാടിയായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതിനു മുമ്പ് പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തിയത്. അന്ന് കോട്ട മൈതാനിയിൽ പൊതുപരിപാടിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുപരിപാടികൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ അവസാന സീറ്റിലിരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നേരിൽ കാണുക എന്നുള്ളത് അവർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പലരും അദ്ദേഹത്തെ വലിയ രീതിയിൽ ഒരു നോക്ക് കാണുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് പരിപാടിയിലേക്ക് എത്തുക. പക്ഷേ പലപ്പോഴും പുറകിലായി പോകുമ്പോൾ കൃത്യമായി കാണാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പാലക്കാട് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഈ റോഡ് ഷോ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയെ ജനങ്ങൾക്ക് വളരെ അടുത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ അടുത്ത് കാണാൻ കഴിയുന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ നമുക്ക് പൊതുപരിപാടിയിൽ കണ്ട അതിനേക്കാൾ കൂടുതൽ ജനസഞ്ചയം ഈ റോഡ് ഷോയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് 2 ലോക്സഭാ മണ്ഡലങ്ങൾ, അത് ആലത്തൂരും പാലക്കാടും, ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോയിലേക്ക് എത്തുക. നിലവിൽ ഏതായാലും അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. വലിയൊരു രാഷ്ട്രീയ മാറ്റം
കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ രാജ്യത്ത് ആർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളത്. അതും 400-ലേറെ സീറ്റുകൾ എന്നുള്ളത് തന്നെയാണ് ആ ഒരു മാന്ത്രിക സംഖ്യ അല്ല, അതൊരു കൃത്യമായി തന്നെ ഉറപ്പാക്കാൻ കഴിയുന്ന സംഖ്യയാണ് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിന് അവർ കൂടുതൽ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉൾപ്പെടെ ആ വികസനം എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ എമ്പാടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടാണ് BJP വോട്ട് തേടുന്നത് എന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ള കാര്യം. കേരളത്തിൽ വികസിതമായ ഒരു കേരളം, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്യമായി BJP മുന്നോട്ട് വരുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. ഓരോയിടത്തും പാലക്കാട് നഗരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്ന ഭാഗത്ത് പോലും റോഡിൻ്റെ ഇരുവശത്തും പ്ലാറ്റ്ഫോമുകൾ, നടപ്പാതകളുണ്ട്. ഈ 2 നടപ്പാതകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിൽ നിർമ്മിച്ചതാണ്. ഒപ്പം തന്നെ അവിടെ വെള്ളവും മറ്റും പോകുന്നതിന് വേണ്ടിയുള്ള ചാലുകൾ ഉണ്ട്, അതിൻ്റെ നവീകരണം ഉൾപ്പെടെ അമൃത് പദ്ധതിയിൽ പൂർത്തീകരിച്ചതാണ്. അങ്ങനെ പാലക്കാട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൽ കോടികളുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമൃത് പദ്ധതിയിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ BJPക്ക് കഴിയുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് വലിയ വികസന വിപ്ലവമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വികസന വിപ്ലവം തീർച്ചയായും വരുൺ വ്യക്തമാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ആയി തന്നിരിക്കുന്നതും. വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നതല്ല പ്രഖ്യാപനങ്ങൾ, അത് നടത്തി കാണിക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവകാശപ്പെടുന്നത്. എന്തായാലും ഇന്ന് കോയമ്പത്തൂരിൽ അദ്ദേഹം എത്തുന്നുണ്ട്. നാളെയാണ് പാലക്കാട്ടെ സന്ദർശനം.